എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Splendor, decision, nurture, drive, concentration, enlightenment. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് വളരെ സുന്ദരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. നിങ്ങൾ ഒത്തിരി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. നല്ല ബന്ധങ്ങൾ, നല്ല സ്നേഹനിർഭരമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ള സാഹചര്യം. ആദ്യം തന്നെ സ്പ്ലെൻഡറാണ്. ഈ ഒരു മാസം നിങ്ങൾ ഒത്തിരി നാളുകൾക്ക് ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ഒത്തിരി ആഘോഷിക്കുന്ന സമയം, അല്ലെങ്കിൽ ജീവിതം ഒരു ഉത്സവമാക്കി മാറ്റുന്ന ഒരു സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു സന്തോഷമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതചര്യയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള നല്ല നല്ല കാര്യങ്ങൾ, അതായത് നമ്മളെപ്പോഴും ജീവിതത്തിൽ നമ്മൾ പറയുള്ളൂ, നമ്മുടെ ചുറ്റിനും കൊച്ചു കൊച്ചു സങ്കടങ്ങൾ വന്ന അപ്പം പറയും എനിക്ക് മാത്രം എന്താണ് അങ്ങനെയൊക്കെ പരാതികൾ നമ്മൾ പറയുള്ളൂ. നമ്മൾ ദൈവത്തോട് എപ്പോഴും പരാതികളും പരിഭവങ്ങളും മാത്രമേ പറയാറുള്ളൂ എന്നുള്ളത്. അപ്പോൾ സന്തോഷമുള്ള കാര്യം വരുമ്പോൾ പെട്ടെന്ന് അത് പറഞ്ഞു തീർക്കും, സങ്കടമുള്ള കാര്യമാകുമ്പോൾ ഇരുന്ന് കരയും എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ചുറ്റുമുള്ള സന്തോഷങ്ങൾ നിങ്ങൾ കാണുകയാണ്. നിങ്ങളത് കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളോടുള്ള സ്നേഹം, കെയർ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിനും ഉള്ള ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്, സന്തോഷനിർഭരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കാണുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള സപ്പോർട്ട്, നിങ്ങളുടെ സഹോദരങ്ങളായാൽ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, മറ്റുള്ളവർ എല്ലാവരിൽ നിന്നുള്ള സ്നേഹവും സപ്പോർട്ടും ഒക്കെ നിങ്ങൾ തിരിച്ചറിയുന്നു, കണ്ട് മനസ്സിലാക്കുന്നു, ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പൊതുവേ കുറച്ച് സ്വയം പഴിക്കുന്ന അല്ലെങ്കിൽ സ്വയം പഴിചാരുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നത്, അതായത് സ്വയം പഴിക്കൽ നിങ്ങൾ നിർത്തുകയാണ്. നിങ്ങൾ ആ പഴിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ സ്വയം നെഗറ്റീവ് ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൊതുവേ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ സ്വയം എപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് അതായത് നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ഭംഗിയുള്ളതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പൊതുവെ പല ആളുകളും ലൈഫിൽ ഇറിറ്റേറ്റഡ്, അവർക്ക് അവരോട് തന്നെ ഒരു ഈർഷ്യയാണ്. അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അവർ ചിലപ്പോൾ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ളതായിരിക്കും, ബാല്യത്തിൽ മുതൽ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, നിന്നെ കൊണ്ടിട്ട് എല്ലാം നെഗറ്റീവായിട്ട്. പക്ഷേ നമ്മൾ വളരുന്തോറും പല ആളുകളും ഒരു ഈർഷ്യയും വാശിയും ദേഷ്യവും അല്ലെങ്കിൽ ഒരു മൂശേട്ട സ്വഭാവമൊക്കെ വരാൻ കാര്യം അവരുടെ ബാല്യം അതുപോലെ ആയിരിക്കും. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു ഹെൽത്തി പാരൻറ്റിങ് കൊണ്ടുവരുന്ന ആളുകൾ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട്, അധികം ഒച്ചയിടാതെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളായിട്ടാണ് വളർന്നു വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്, ഇല്ല എന്നുള്ളതല്ല, പൊതുവിൽ ജനറലായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ചിന്തയുടെയൊക്കെ കാര്യം ഒരുപക്ഷെ നിങ്ങളുടെ ബാല്യമായിരിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും ചുറ്റുമുള്ളതെല്ലാം ഭംഗിയുള്ളതായി തോന്നുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഈ മാസം നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ് ജീവിതത്തെക്കുറിച്ചിട്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആരാണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ്, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുകയാണ്, സ്വയം ഒരു തോൽവിയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ നിങ്ങൾ ലൈഫിൽ പല കാര്യങ്ങളും സപ്പോർട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ട്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോഴ്സിൽ നിന്ന് മാറി പുതിയ കോഴ്സിലേക്ക് പോകുന്നതായിരിക്കാം ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾ ഇതുവരെ ചില സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്കപ്പോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ബന്ധത്തിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പ്രണയത്തിലുള്ളവരൊക്കെ ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
അതിപ്പോൾ ഏതൊരു സിറ്റുവേഷൻസിലായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളിപ്പോൾ പഠിക്കുന്ന കോഴ്സിൽ നിന്ന് മാറി പുതിയൊരു കോഴ്സിലേക്ക് പോകുന്നു എന്നുള്ളൊരു തീരുമാനം വരാനുള്ള സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാവരിലും ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. മാതാപിതാക്കളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ ഊഷ്മളമായിട്ട് മാറാണ്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ സന്തോഷനിർഭരമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും കുടുംബത്തിൽ, ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്. പൊതുവിൽ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും അധികം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് ഡോക്ടറുടെ അടുത്ത് പോവുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും കുടുംബത്തിൽ. പൊതുവിൽ ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ, പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കുടുംബത്തിലുണ്ടാകുന്നില്ല, വഴക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷവും ഫാമിലി എൻവയൺമെൻറ്റിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും കുട്ടികളും തമ്മിലുള്ളൊരു ബന്ധം വളരെ ഊഷ്മളമായിട്ടുള്ളൊരു ബന്ധമായിരിക്കും. ജോലിയൊക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ച് അടുത്തിടയ്ക്ക് കുട്ടികളൊക്കെ ഉള്ളവരാണ്, ജോലി ചെയ്യുന്ന മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ നല്ല രീതിയിൽ കുട്ടിയെ നോക്കുന്ന, നല്ലൊരു ഡേ കെയറോ അല്ലെങ്കിൽ നല്ല രീതിയിൽ കുട്ടിയെ നോക്കുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ ഒരു നാനി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സിറ്റുവേഷൻ. കാരണം കുട്ടികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സംഘർഷം, ഒരു നെഗറ്റീവ് എനർജി അത് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ, ഒത്തിരി നാളുകൾക്ക് ശേഷം വെക്കേഷൻ നാട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ വെക്കേഷൻ പോകുന്നതിൻ്റെ ഒരു സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ലൈഫിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വാഹനയോഗമുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൽ പുതിയൊരു വാഹനം വാങ്ങിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇരുചക്ര വാഹനമാവാം, അല്ലെങ്കിൽ കാറ് പോലുള്ള എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്നതാവാം. ചില ആളുകൾ ക്യാമ്പർ വാൻ, കാരവാൻ പോലുള്ള അത് വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാവാം. തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി യാത്രകൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലാത്തവരിൽ ഇല്ല എന്നുള്ളതല്ല, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള യാത്രകളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അതായത് ഒത്തിരി സുന്ദരമായിട്ടുള്ള രാജ്യങ്ങൾ, നല്ല ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കാണാനും ഒക്കെ പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആദ്യം വാഹനമെടുത്ത് ഒരു ട്രിപ്പ് പോകുന്ന ഒരു സിറ്റുവേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങിച്ചിട്ട് യാത്ര പോകുന്ന ഒരു വിനോദയാത്ര കുടുംബവുമായിട്ട് ഒരുമിച്ച് പോകുന്നതിനൊരു അവസരവും ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ആ ഒരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ വിദ്യാഭ്യാസപരമായി, അതായത് സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ തന്നെ അറിവ് നേടുന്ന പുസ്തകങ്ങൾ, വായനാശീലം വരുന്നുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുക, അറിവ് നേടുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ഒത്തിരി താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് വായനാശീലം അതൊരു ശീലമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഈ ഒരു സമയത്തിൽ കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചൊരു ഹാപ്പി എൻഡിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം വളരെ ഹാപ്പി ആയിട്ട് പര്യവസാനിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു കാര്യം പര്യവസാനിക്കുന്നു. അതിൻ്റെ ഒരു സന്തോഷവും സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സൂചനയും തരുന്നുണ്ട്. ലാസ്റ്റ് വന്നിട്ട് എൻലൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പൊതുവേ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസത്തിൽ ദൈവിക കാര്യങ്ങളിൽ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അതേപോലെ ചില ആളുകൾ, നിങ്ങളിപ്പോൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ കൂടിയും സ്വന്തമായിട്ടൊരു വരുമാന മാർഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ഒരു ടിക്ടോക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ അതുപോലെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ അങ്ങനെ എന്തെങ്കിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു വരുമാന മാർഗം തുടങ്ങുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന മാതാപിതാക്കളുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നു. മൈനർ ആയതുകൊണ്ടും പാരൻസിൻ്റെ ഒരു
സഹായത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇത് പൊതുവേ ഒരു നിങ്ങൾ സ്വയം നിലനിൽപ്പ്, അതായത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതായിട്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെയധികം നന്ദി. നമസ്കാരം.